അല്ല, എന്തുകൊണ്ടാണ് കാക്ക എന്ന് പറഞ്ഞൊരു നെയിം സെലക്ട് ചെയ്തത്? കാക്ക നമ്മുടെ കേരളത്തിലെല്ലാവർക്കും കാക്ക എന്നുള്ള നെയിം ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കാക്ക കാക്ക എന്നൊക്കെ കാണിക്കില്ല. ഞാൻ പഠിച്ചതൊക്കെ വേറെ കാര്യങ്ങളാണ്, വേറെ സോഷ്യോളജി ഡിഗ്രി അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പക്ഷേ ഇതിലേക്ക് വരാൻ കാരണം പിന്നെ ഞാൻ ഒരു റിലേഷൻഷിപ്പിലായി. ആളാണ് എന്നോട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ പുറത്ത് ഞാൻ ഒരാളോട് ചെന്ന് പറയുമ്പോൾ അവരെ കാക്കയോ ഇങ്ങനെ ഒരു പുച്ഛഭാവമായിരുന്നു. പക്ഷെ അവർ തന്നെ ഇപ്പം ആ കാക്ക വന്നല്ലോ ഇങ്ങനെ പറയും, നല്ല പ്രൗഡായിട്ട് ഇപ്പം അവരിങ്ങനെ പറയും. ഹെൽത്ത് ഇഷ്യൂ കാരണം അവിടുന്ന് ഇറങ്ങേണ്ട വന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ട, കയ്യിൽ പൈസയിലോ ഒന്നുമില്ല. സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ ഓരോ പാറ്റേൺ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു ദിവസമായിരുന്നു. എനിക്ക് കുറേ DMs വന്ന്. Hello everybody, this is Meenakshi Ashokan and you are watching a brand new episode of Brand Yatra. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പുത്തനുടുപ്പുകളോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കോട്ടയംകാരി. സ്വന്തം പാഷനാണ് ഫ്യൂച്ചർ എന്ന് തിരിച്ചറിഞ്ഞ ഈ കുട്ടി ഒരു ബ്രാൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് കാക്ക. സോ ഹായ് എലീസ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഹായ് എലീസ, 2023 നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. 2024 കഴിഞ്ഞു, 2025 എത്തി നിൽക്കുന്നു. എന്തൊക്കെയാണ് ബ്രാൻഡിന്റെ വിശേഷങ്ങൾ? ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് റെൻറ്റിന് എടുത്തിട്ട് അവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റിച്ച് ചെയ്തെല്ലാം ഞാൻ തന്നെയായിരുന്നു. ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം നന്നായിട്ട് പോകുന്നു. അല്ല, എന്തുകൊണ്ടാണ് കാക്ക എന്ന് പറഞ്ഞൊരു നെയിം സെലക്ട് ചെയ്തത്? കാക്ക നമ്മുടെ കേരളത്തിലെല്ലാവർക്കും കാക്ക എന്നുള്ള നെയിം ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കാക്ക കാക്ക എന്നൊക്കെ കാണിക്കില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് അങ്ങനെ നോക്കി എനിക്ക് കാക്ക എന്ന് പറയുന്ന പേര് കിട്ടി. ഈ കാക്ക എന്ന് പറയുന്ന നെയിം ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ? ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ പുറത്ത് ഞാൻ ഒരാളോട് ചെന്ന് പറയുമ്പോൾ അവരെ കാക്കയോ ഇങ്ങനെ ഒരു പുച്ഛഭാവമായിരുന്നു. പക്ഷെ അവർ തന്നെ ഇപ്പം ആ കാക്ക വന്നല്ലോ ഇങ്ങനെ പറയും, നല്ല പ്രൗഡായിട്ട് ഇപ്പം അവരിങ്ങനെ പറയും. ഓക്കെ, അപ്പം ഈ 22 ഏജിലാണ് ഈ ബിസിനസ് എന്ന് പറയുന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊരു ലോങ് ടൈം ഗോളായിരുന്നു, അത് പെട്ടെന്നൊരു തോട്ടിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ? ഞാൻ എന്നാ ചെയ്യണ്ടേന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്നപ്പം കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. അപ്പം എന്തേലും ചെയ്യണം. അങ്ങനെ ആലോചിച്ച് എൻ്റെ കഴിവെന്നാന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പം എനിക്ക് സ്റ്റിച്ചിങ് ആണെന്ന് മനസ്സിലായി. അപ്പം ഇതിനെങ്ങനെ വളർത്തിയെടുക്കാം, അങ്ങനെ തുടങ്ങിയതാണ് കാക്ക എന്ന് പറയുന്ന ഈ ബ്രാൻഡ്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് പണ്ട് മുതലേ സ്റ്റിച്ചിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? അതായത് കുഞ്ഞിലെ മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിലേക്ക്, എന്നിട്ട് പെട്ടെന്ന് ഒരു 22 ഏജിലാണ് ഇതിലേക്ക് ഷിഫ്റ്റ് ആയത്. അപ്പോൾ അതിനാരെങ്കിലും ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഇന്നത് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ സ്വന്തമായിട്ടൊരു തോട്ടിൽ ഫൈനലൈസ് ചെയ്ത് ഇതിലേക്ക് വന്നതാണോ? അങ്ങനെ വെച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ പള്ളിയിലും എവിടെ പോയാലും എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റിച്ച് ചെയ്തിടാൻ എൻ്റെ ഇതിലനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിടാനുള്ള മിഷനോ കുഞ്ഞല്ല, അപ്പോൾ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിലേക്ക് വരാൻ കാരണം പിന്നെ ഞാൻ ഒരു റിലേഷൻഷിപ്പിലായി. ആളാണ് എന്നോട് പറഞ്ഞേ, ഞാൻ ആളെ ഇങ്ങനെ കാണിക്കുമായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയും, എന്നാൽ നിനക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെയായത് പുറത്തോട്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഞാൻ OLX-ലൊക്കെ ഇട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, എന്നാലും അവിടെ ഗ്യാപ്പൊക്കെ വന്നായിരുന്നു. പിന്നെ എൻ്റെ വർക്ക് പോയി. അവിടുന്ന് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം അവിടുന്ന് ഇറങ്ങേണ്ട വന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ട, കയ്യിൽ പൈസയിലോ ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഡ്രസ്സിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ ഓരോ പാറ്റേൺ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു ദിവസമായിരുന്നു. എനിക്ക് കുറേ DMs വന്ന്, എനിക്കിത് വേണം, അത് വേണം, ഈ ഡ്രസ്സ് വേണം, നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഈ ഡ്രസ്സ് വേണം. അങ്ങനെ വന്നപ്പം അങ്ങനെയാണ് എനിക്ക് ഓർഡറൊക്കെ കിട്ടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എലീസ, ഇപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനറായിട്ട് പെട്ടെന്ന് കരിയർ സ്വിച്ച് ചെയ്തപ്പോൾ ഫാമിലിയുടെ സൈഡിലൊരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല.
ഞാനിങ്ങനെ ചെയ്യുന്ന കാണും, എപ്പോഴും ഇങ്ങനെ കാണും. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കൊള്ളാം ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഞാൻ എന്നാ ചെയ്യുന്നത്. ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയത്തുള്ളായിരുന്നു. പക്ഷെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരായിരുന്നു എൻ്റെ സപ്പോർട്ട്. ഓക്കെ. അവരെനിക്ക് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ഡൗൺ ആയി കിടക്കുമ്പോൾ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. ചിലപ്പോൾ കസ്റ്റമറുടെ ഇന്ന് സൈസ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ ഡൗൺ ആയിട്ട് എനിക്ക് പെട്ടെന്ന് ഫീലായിട്ട് ഞാൻ ഇങ്ങനെ ഡൗൺ ആയി നല്ല കരഞ്ഞ് കിടക്കും. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പേരൻസ് അങ്ങനെ അവർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഇത് ഞാൻ എന്നാ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുവാണ്, അങ്ങനെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു അവർക്ക്. ഓക്കെ. അപ്പോൾ എലീസയുടെ പേജിൽ ഇപ്പോൾ വെബ്സൈറ്റിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എല്ലാം എലീസ തന്നെയാണ് അതിനകത്ത് മോഡലിംഗ് ചെയ്യുന്നത്. മോഡലിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടിട്ടാണോ അങ്ങനെ ചെയ്യണേ? അതെന്നാന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യണം, എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകളാണ് ഞാൻ മൊത്തം കാക്കയിലൂടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെ ഇട്ട് എല്ലാവരും കാണിക്കണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ സൈഡായിട്ട് മോഡൽസിനെയും സൈഡായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ചെയ്ത ഡ്രസ്സുകൾ ഞാൻ തന്നെ ഇട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഫസ്റ്റ് തൊട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ എലീസയുടെ കാക്കാബൈ എലീസയുടെ കൂടെ വേറൊരു പേജും കൂടെ ഉണ്ടല്ലോ, ഒരു ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അതെന്താണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? അധികം ആരും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലാത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അത് കാക്കയുടെ ഞാനിപ്പോൾ മോഡൽ ഇടുന്ന ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ ഓരോ ദിവസം ഓരോ മോഡലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഡ്രസ്സ് എനിക്കുണ്ടല്ലോ. അപ്പോൾ അത് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. 2-3 പ്രാവശ്യം ഞാൻ ഇടത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ സൈഡിൽ കൂടെ അതും കൂടെ സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ. പ്ലീസ്. അപ്പോഴില്ലേ നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും എല്ലാ ദിവസവും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിളാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ബാഡ് ഡേയ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഡേയ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? അങ്ങനെയുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് നല്ല വയ്യായികയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ടൊക്കെ കസ്റ്റമറിൻ്റെ റിവ്യൂ ഇപ്പം നല്ല സൈസ് ഇഷ്യൂ അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പണ്ട്. എനിക്ക് സൈസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ കൈ കിട്ടുമ്പോൾ കയറുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവുകയോ ചെയ്യുന്നത്. അപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ ഇങ്ങനെയൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഇതെനിക്ക് പറ്റുമോ, എനിക്ക് കഴിവുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇങ്ങനെ കരഞ്ഞ് കുറച്ച് നേരം കിടക്കും. എന്നാലും ഞാൻ എണീറ്റിട്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനെന്നാ പ്രശ്നം കണ്ടുപിടിച്ച് അടുത്തത് ശരിയാക്കാം ഇങ്ങനെ വിചാരിച്ച് ഞാൻ അന്ന് തന്നെ അടുത്ത പുതിയ മോഡൽ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിയർ ആക്കാനുള്ള കാര്യം ചെയ്യും. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ എലീസ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് എലീസയുടെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് പാർട്ട്ണറാണ്. അപ്പോൾ ഞാൻ എവിടെയും അങ്ങനെ പാർട്ട്ണറെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോ? ഇപ്പം ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സും കൂടെയാണ്. ഓക്കെ. പിന്നെ ആളിപ്പോൾ സൗദിയിലാണ്, പേര് റിവീൽ ചെയ്യുന്നില്ല. വേണ്ട. ഓക്കെ. ഞങ്ങളിപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സും കൂടെയാണ്. ഓക്കെ. ഫ്യൂച്ചറിൽ നമുക്കൊരു സ്റ്റോർ എക്സ്പെക്ട് ചെയ്യാമോ? എക്സ്പെക്ട് ചെയ്യാൻ ഉടനെ ഉണ്ടാവും അതോ? ഉടനെ ഇല്ല, ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഫീൽഡിലൊക്കെ അത്യാവശ്യം ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് ഇപ്പോൾ ഷീമാട്ടി, മിലൻ ഡിസൈനർ അങ്ങനെ പോലെ വലിയ വലിയ ആൾക്കാർ ഭയങ്കര ഹൈറ്റ്സിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റ്സിൽ പോകാനാണോ ആഗ്രഹിക്കുന്നത്, അതോ ഇപ്പോഴത്തെ പോലെ ഒരു കംഫർട്ട് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണോ എലീസയുടെ ആഗ്രഹം? എങ്ങനെയാണ്? എനിക്ക് പയ്യെ ഇങ്ങനെ ഗ്രോ ചെയ്യാനാണ് താല്പര്യം. അതായത് എലീസ ഇപ്പം 2023 സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഇവിടം വരെ എത്തി. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് എലീസേനെ ഇൻസ്പയർ ആവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പേഴ്സണലി വന്ന് സംസാരിക്കുന്നവരുണ്ടാവാം, മെസ്സേജ് അയക്കുന്നവരുണ്ടാവാം. അങ്ങനെ വന്നിട്ടുള്ള ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറേ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് കൊടുക്കുവാണ്, അവരുടെ കൈ കിട്ടിയ ഒരു വലിയ ലെറ്റർ തന്നെ എനിക്ക് എഴുതി തരും. ഇങ്ങനെ നിങ്ങളുടെ ഡ്രസ്സ് അടിപൊളിയാണ്, ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഒരെണ്ണം ഞാൻ പറയാമേ. ഞാനിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. എൻ്റെ സ്കിന്നും ഇതൊക്കെ പ്രഗ്നൻസി കഴിഞ്ഞ് ഉള്ള സ്റ്റേജിൽ നല്ല ഡിപ്രഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എലിസയുടെ ഡ്രസ്സ് കിട്ടിയപ്പോൾ കുറേ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കി, അതൊന്നും എനിക്ക് ചേരുന്നില്ലാത്തവരൊന്നും ഞാൻ എവിടെയും പോകാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എലിസയുടെ ഈ കാക്കയുടെ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്ത കോൺഫിഡൻസ് കിട്ടി. താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞ്. ഞാനിപ്പോൾ പുറത്ത് നല്ല കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നു, താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമായി.
ഇപ്പം ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എലീസ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സക്സസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് മറ്റുള്ളവരെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു, തയ്ക്കാൻ തുണി പോലും ഇല്ലായിരുന്നു. നന്നായിട്ട് മേടിച്ച് തുണി വെച്ച് തയ്ക്കാം. അപ്പം ഞാനാണെങ്കിൽ ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന തുണി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടൈലറിങ് ഷോപ്പുകളിൽ പോയിട്ട് ഈ മിച്ചം വരുന്ന ഫാബ്രിക്കുകളുണ്ടാവും, അവർ കട്ട് ചെയ്ത് വേണ്ടാതെ വെക്കണം. അത് ഞാൻ ചാക്കിൽ ഇങ്ങനെ കവറിലൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ട് അത് വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ നമ്മുടെ കയ്യിൽ എന്നാ ഉള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഈ പൊട്ട ഫോൺ, അതായത് ക്യാമറ പൊട്ടയാണെന്ന് വിചാരിച്ചൊന്നും ഇരിക്കണ്ട. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ നമുക്ക് എന്നാ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ എന്നെ ആയാലും സക്സസ് ആകും ഉറപ്പാണ്. അതാണ് എലീസ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, എലീസയുടെ സിസ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? എന്നുവെച്ചാൽ അവരാണ് എലീസയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇവർ പണ്ട് മുതലേ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട്? ഞങ്ങള് 1-2 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. ഞാൻ ഒരാൾ അന്നാന്നും ഒരാൾ തെരേസാന്ന് കേട്ടോ ഇവര്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പോലെയാണ്. വയസ്സ് ഡിഫറൻസ് അധികം ഇല്ല, ഒരിക്കലും ഏകദേശം ഹൈറ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പം ഞാൻ ഇടുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ഇടും, പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. പിന്നെ ഞാനിട്ട ഡ്രസ്സുകൾ സെല്ല് ചെയ്യാൻ ഇങ്ങനെ കാക്കയുടെ ബ്രാൻഡിങ്ങിൻ്റെ ഒരാൾ എൻ്റെ അനിയത്തി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം. അപ്പം ഞാൻ തയ്ച്ചു കൊടുക്കും, അവൾ ഇട്ടുകൊണ്ട് പോകും, കോളേജിലെ ഫ്രണ്ട്സൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് കസ്റ്റമേഴ്സ്, അവരൊക്കെ പിള്ളേരൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർ രണ്ടുമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഗ്രോ ചെയ്യാനും. ഇതെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഇവർ പറയും ഇങ്ങനെ ഇരുന്നാൽ പറ്റിയല്ല, കുറച്ചുകൂടെ ചെയ്യുക, കൂടുതൽ ഐഡിയാസ് പറഞ്ഞു തരാനും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. അങ്ങനെ എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല, അത്രയും സപ്പോർട്ടീവ് കൂടെ നിൽപ്പുണ്ട്, വിട്ടുപോകത്തില്ലാത്ത രണ്ടാൾക്കാരാണ്. ഓക്കെ, അവർ എന്താ ചെയ്യുന്നത്? ഒരാൾ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ആൾ ഡിഗ്രി പഠിക്കുക, PG പഠിക്കുക. എങ്ങനെയുണ്ട് സെയിൽസും കാര്യങ്ങളൊക്കെ? ഇപ്പം നന്നായിട്ട് പോകുന്നു. ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഇപ്പോൾ ഡെയിലി കുറച്ചധികം നല്ല ഓർഡർ വരുന്നുണ്ട്. സന്തോഷമാണ്. ഓരോ ഓർഡർ വരുമ്പോഴും സോ ഹാപ്പി. ഓക്കെ, എല്ലാവരും മെസ്സേജും ഞാനും കാണുന്നുണ്ട്, ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണ്, ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം പെട്ടെന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ, ഭയങ്കര പ്രൗഡ് ഫീലിംഗ്. ഞാനിത് എവിടെയും പോയി പഠിച്ചതല്ല, ഒന്നാമത് ഞാൻ യൂട്യൂബിൽ നോക്കിയാട്ടോ ഇതൊക്കെ പഠിച്ചത്. എന്നിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. അവരുടെ റിവ്യൂ എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്, കറക്റ്റാണ്, ഞങ്ങൾക്ക് ചേരുന്നുണ്ട്, ഈ കളർ ചേരുന്നുണ്ട്, ഈ ഡ്രസ്സ് ചേരുന്നുണ്ട്, അങ്ങനെ എല്ലാം പറയുമ്പോൾ നമ്മൾ എന്നാണ് ആഗ്രഹിച്ചത് അത് കിട്ടുന്നു. അപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ. അതായത് ഇപ്പം ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന വെച്ചോ, അപ്പോൾ എത്ര ദിവസത്തിനുള്ളിലായിരിക്കും ഒരു ഡ്രസ്സ് വരെ? ഇപ്പം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പോൾ റിട്ടേൺ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സ് 7 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും. പിന്നെ കസ്റ്റമൈസേഷൻ വരുമ്പോൾ 10 to 15 ഡേയ്സിനുള്ളിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അല്ലാതെ പിന്നെ എന്തെങ്കിലും ടൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലൂസ് ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് അയച്ച് അങ്ങനെ ഇത് ചെയ്യാം. എന്നാലും എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂ വരാറില്ല. എന്നാലും നമ്മൾ റിട്ടേൺ എടുക്കാറുണ്ട്, റിട്ടേൺ വരാറില്ല. ഓക്കെ, ഇനി എലീസയ്ക്ക് വല്ല എന്താ പറയുക, ആരെങ്കിലും റോൾ മോഡലായിട്ടുണ്ടോ? ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇന്നൊരാളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ എനിക്ക് ഇൻസ്പയർ ആയി ഇതിലേക്ക് വന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫാഷൻ ക്രിയേറ്റർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ കുറേ പേരെന്നെ ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് എൻ്റെ ഈ കഴിവിന് ഇങ്ങനെ പുറത്തോട്ട് എങ്ങനെ ബ്രാൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ വന്ന്. പിന്നെ ഇതെങ്ങനെ ഇപ്പം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാലും ചുറ്റുമുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അളവെടുത്ത് അങ്ങനെ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഞാൻ പണ്ട് അസ്വി മലയാളം എന്ന് പറയുന്ന ഒരു ചേച്ചിയില്ലേ, ആ ചേച്ചിയാണെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നെന്നൊക്കെ. അത് ഞാൻ പണ്ട് ആ ചേച്ചീനെ ഫോളോ ചെയ്തപ്പോൾ കേട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണെന്ന് അതൊരു സ്റ്റാർട്ടിങ് ആണ്. എങ്ങനെയാണെന്നിങ്ങനെ തപ്പുമായിരുന്നു. അപ്പോൾ കുറേ ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്ന കുറേ കുട്ടികൾ വന്നു.
ആ സമയത്താണ് ഞാനും ഇതിലിറങ്ങിയത്. പക്ഷേ എനിക്ക് റീച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതേപോലെ ചെയ്യാൻ ഇതേപോലെ ചെയ്ത് എങ്ങനെയാണ് റീച്ച് ഉണ്ടാവാൻ വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം മനസ്സിലായി ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടാൽ മതി. നമ്മൾ എന്നാ ചെയ്യുന്നത് അത് നമ്മൾ ഏത് ഓഡിയൻസിനെയാണോ നോക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ഇടുക. അങ്ങനെ ഞാൻ ചെയ്ത് ആദ്യമൊന്നും ഒട്ടും പെർഫെക്റ്റ് അല്ല, എന്നാലും ചെയ്ത് ഇപ്പം അത്യാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓർഡറൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ. അപ്പം എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം ഏറ്റവും ഹേർട്ടായിട്ടുള്ള ഒരെണ്ണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരാവശ്യമില്ലാതെ ഒരാളെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഡ്രസ്സ് കറക്റ്റ് സൈസ് കൊടുത്തു, എന്നിട്ട് ആൾ ചെന്നിട്ട് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് എനിക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ എന്നാ പഴയ തുണി കൊടുക്കുവാണ് അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആണെങ്കിൽ ഒരു വിഷയമില്ല, ആ സെയിം ഡ്രസ്സ് കുറേ പേര് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് വരെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. അതിനെന്തിനിങ്ങനെ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചു. എന്നാൽ ഒന്ന് റിട്ടേൺ അയക്ക്, നമ്മൾ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റിട്ടേൺ അയച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല ഡ്രസ്സ് കറക്റ്റ് സൈസിൽ കൊടുത്ത്. എന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല, ചുമ്മാ ആവശ്യമില്ലാതെ കുറേ തെറിയും അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് വിഷമമായെങ്കിലും ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അഫക്റ്റ് ആയില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ എലീസ ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോറിൽ വന്ന് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ എൻ്റെ സ്റ്റോറിൽ വരാൻ പറ്റട്ടെ. എലീസ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.